ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായ ഇന്ന് 9-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ട്രെയിലർ, സക്സസ് ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. 2 മിനിറ്റ് 9 സെക്കൻഡ് ദൈർഘ്യമുള്ള അടിപൊളി ട്രെയിലറാണ് പുറത്തു വന്നിട്ടുള്ളത്. തുടരും എന്ന മോഹൻലാൽ ചിത്രം കണ്ടവർക്ക് മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പുറമെ ഈ ട്രെയിലർ വളരെ മികച്ച ഒരു ഫീലിംഗുമാണ് സമ്മാനിക്കുന്നത്. ഇനി തുടരും എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 46,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി 5,60,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യമായിട്ടാണ് ഇന്നലെ വെള്ളിയാഴ്ച 6 കോടിക്ക് താഴെ കളക്ഷൻ പോയത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 52,35,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 12,60,00,000 രൂപയാണ്. ചിത്രത്തിന്റെ 8 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 64,95,00,000 രൂപയുമാണ്. ചിത്രം GCC ഓവർസീസ് കളക്ഷനായി ആദ്യ 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 65,80,00,000 രൂപയുമാണ്. ടോട്ടൽ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 130,75,00,000 രൂപയുമാണ്. അതേസമയം 9-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ മാത്രം 3,88,00,000 രൂപയായിരുന്നു. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഇന്ന് 6.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 58-59 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 9-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 12 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 142 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ തമിഴ് ഡബ്ബഡ് വേർഷൻ പതിപ്പ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്തയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഈ വരുന്ന മെയ് 9 വെള്ളിയാഴ്ച ഈ സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ്. ഈ മെയ് മാസത്തിൽ ഒട്ടനവധി മലയാള ചിത്രങ്ങളുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സണ്ണി വെയിൻ, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതനായ ഫെബി ജോർജ് ഷോൺഫീൽഡ് സംവിധാനം ചെയ്യുന്ന ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് റൈറ്റൻ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് സ്റ്റോറി. മെയ് 16 വെള്ളിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ജിബു ജേക്കബ്, ഷിജു മടകര, കോട്ടയം നസീർ, ശരൺ രാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബബ്ലു അജുവും ഷാൻ റഹ്മാൻ സംഗീതവും നിർവഹിക്കുന്നു. ടോവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് നരിവേട്ട. അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഈ മെയ് 16-നാണ് തിയേറ്ററിലെത്തുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ, ആര്യ സലിം എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിജയും, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ്. എക്സ് ബിജോയിയാണ് ചിത്രത്തിന് സംഗീതം പറഞ്ഞിട്ടുള്ളത്. അതേസമയം നരിവേട്ടയുടെ ട്രെയിലർ മികച്ച ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ 70 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ഈ ട്രെയിലർ കണ്ടിട്ടുള്ളത്. നേരത്തെ മെയ് 9 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ലവ്ലി എന്ന 3D ചിത്രത്തിന്റെ റിലീസിംഗ് മെയ് 16 മാറ്റിയിരിക്കുകയാണ്. ദിലീഷ് കർണാരൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ സിനിമയിൽ മാത്യു തോമസ്, മനോജ് കെ ജയൻ, ഉണ്ണിമായ പ്രസാദ്, പ്രശാന്ത് മുരളി, ബാബുരാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ആഷിഖ് ഗബോണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം, കിരൺദാസാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. വിഷു വിജയ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. മെയ് 16 തിയേറ്ററിലെത്തുന്ന മറ്റൊരു മലയാള സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജലനാണ്. നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ എന്നിവരാണ് പ്രധാന താരങ്ങൾ. സംവിധായകരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ തന്നെയാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഛായാഗ്രഹണം 2 പേരാണ്, പ്രേം അക്കാട്ട്, ശ്രായന്തി എന്നിവർ ചേർന്ന്. എഡിറ്റിംഗ് ചമൻ ചാക്കോയും സംഗീതം റസിയും നിർവഹിക്കുന്നു. സോഫിയ പോളാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം എന്ന മലയാള സിനിമയുടെ റിലീസിംഗ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ്, നിരഞ്ജന, അനൂപ്, പൂജ മോഹൻരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മെയ് 8-നാണ് തിയേറ്ററിലെത്തുന്നത്. അനു മുത്തേടത്ത് ഛായാഗ്രഹണവും നിതിൻ രാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് രാജേഷ് മുരുകേശനാണ്. ആസിഫ് അലി നായകനായി തമർ കെ വി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. ബാലതാരം ഓർഹാൻ, ദിവ്യപ്രഭ എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന മെയ് 8-ന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം അയാസാണ്, എഡിറ്റിംഗ് സംഗീത് പ്രതാപ്. ഗോവിന്ദ് വസന്തയാണ് ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിട്ടുള്ളത്. സർക്കിട്ടിന്റെ ട്രെയിലറും വളരെ മികച്ച ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ 17 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. ദിലീപ് നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമയെ പ്രിൻസ് ആൻഡ് ഫാമിലി ഈ വരുന്ന മെയ് 9-നാണ് തിയേറ്ററിലെത്തുന്നത്. ഷാരീസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ബിൻഡോ സ്റ്റീഫനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മാജിക് ഫിലിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം രണദേവയും സാഗർദാസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീതം പറഞ്ഞിട്ടുള്ളത് സനൽ ദേവാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 44 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒഫീഷ്യൽ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.